തെങ്ങാമുക്ക് ഹൈസ്കൂളിൻ്റെ 88ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്ന് ഈ വേദിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ ഷമീർ, ഒരു വിദ്യാലയം 88 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇന്ന് ഈ യാത്രയപ്പ് സമ്മേളനത്തിലും സ്കൂൾ വാർഷികത്തിലും പങ്കെടുക്കുമ്പോൾ എനിക്ക് സന്തോഷകരമായ ഒരു ദിനമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തിലെ വാർഷികത്തിന് പലപ്പോഴും വന്നിട്ടുണ്ട്. അന്ന് കാണുന്ന ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന നിലയിലേക്ക്, അടച്ചുപൂട്ടലിൻ്റെ വക്കത്ത് നിന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് ഈ വിദ്യാലയത്തിലെ മാറ്റിയെടുക്കാൻ ഇതിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് കാണിച്ച ആ ശ്രമത്തിന് എൻ്റെ സുഹൃത്തും കൂടിയായ തമ്പി മാഷക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിനന്ദനങ്ങൾ, ആശംസകൾ അർപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പെഞ്ഞാമുക്ക് സ്കൂളിൻ്റെ ഈ സ്കൂൾ വാർഷികം, അധ്യാപകരുടെ രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനമാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനമായ നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നംകുളം MLA CAC മൊയ്തീൻ MLA അവർ, പിന്നെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടന്ന കാട്ടാമ്പ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജയശങ്കർ, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ സ്കൂളിൻ്റെ മാനേജർ തമ്പി മാഷ്, പിന്നെ HM ഷനോജ് മാഷ്, PTA പ്രസിഡന്റ് ഷമീർ KK, സ്കൂൾ ലീഡർ മാസ്റ്റർ നിരഞ്ജൻ AS, അതുകൂടാതെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA AC മൊയ്തീൻ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, അതായത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പേഴ്സിനെയാണ് ഞാൻ സഹപ്രവർത്തകർ എന്ന് ഉദ്ദേശിച്ചത്. മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ആദ്യമായി ഞാൻ നമസ്കാരം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു സ്കൂളിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാനസിക വിഷമം ഉണ്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക്, ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരാണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അവർ ഓരോ സ്കൂളിൽ മാറിപ്പോകും. പക്ഷേ എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് റിട്ടയർ ചെയ്യുന്ന 56 വയസ്സ് വരെ നമ്മൾ ഈ സ്കൂൾ തന്നെയാണ്. ആ അധ്യാപകരെയും ആ കൂട്ടുകാരെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ബിജറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാനും അതേപോലെയാണ്. വന്നേരി ഹൈസ്കൂളിൽ പഠിച്ചു. ആ ഹൈസ്കൂളിൽ തന്നെ ഞാനൊരു അധ്യാപികയായി. അവിടെ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര മാനസിക അടുപ്പമായിരുന്നു എനിക്ക് എൻ്റെ വിദ്യാലയത്തിനോട്. അതേപോലെ തന്നെ വിദഗ്ധ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വല്പം സങ്കടമൊക്കെ ഉണ്ടാവും. ഇല്ല എന്നൊക്കെ പറഞ്ഞു. നേരത്തെ MLA ചോദിച്ചു സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അങ്ങോട്ട് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ ഇനി വരുന്ന നമ്മുടെ എല്ലാ ഓർഡറുകളും തെറ്റാണ്. കാരണം നമ്മൾ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തുന്നു, 4 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, പിന്നെ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ഈ അധ്യാപക ജീവിതം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ വെറുതെ ഇരുന്നാൽ നമ്മൾക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബിജൽസോട് പ്രത്യേകം പറയുന്നു, നേരത്തെ സാധാരണ ഭാഷ സൂചിപ്പിച്ചു, എന്തെങ്കിലും പ്രവൃത്തികളിൽ, കാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം, അതേപോലെ ജനങ്ങളായിട്ട് ഇടപഴകാനൊക്കെ നമുക്ക് സാധിക്കും. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നായി ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥി കലാപ്രതിഭകളും മികച്ച ഉയർന്ന് നല്ല രീതിയിൽ കലാപ്രതിഭകളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ യാത്രയപ്പ് നൽകുന്ന ടീച്ചർക്ക് വിശ്രമ ജീവിതം ആനന്ദകരമാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവിധ യാത്രയപ്പും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് ഷമീർ, സ്കൂൾ മാനേജർ തമ്പി മാസ്റ്റർ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ കാട്ടകമ്പൽ പഞ്ചായത്തിൻ്റെ ജയശങ്കർ, അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശൈലജ, എൻ്റെ സഹപ്രവർത്തകരായ സന്ധ്യ ഷിബു, ചന്ദ്രാവതി, ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് കാട്ടകമ്പൽ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പെഞ്ഞാമുക്ക് സ്കൂളിൻ്റെ 88ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും
അധ്യാപക രക്ഷാകർതൃ ദിനവുമാണ് ഇവിടെ ആചരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷൻ ഷമീർ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA മൊയ്തീൻ സാർ, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കർ അവർ, അതുപോലെ തന്നെ ബീത ടീച്ചർ, അതുപോലെ തന്നെ ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മികവിൻ്റെ വിദ്യാലയമായിട്ടാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളും, പെങ്ങാമുക്ക് സ്കൂളും അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കാദമിക് തലത്തിൽ മാത്രമല്ല കായികേതര മത്സരങ്ങളിലുമെല്ലാം മികവ് പുലർത്തുന്ന കുട്ടികളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ സ്കൂളിലായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. എൻ്റെ 2 മക്കളും ഇവിടെ തന്നെ പഠിച്ചിരുന്നത്. ഒരു അഭിമാനമുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കണേൽ. ഈ സ്കൂളിൻ്റെ 88ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത ബഹു കുന്നോള MLA SC മൊയ്തീൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കർ, ശ്രീമതി MU ബീത ടീച്ചർ, വിരമിക്കുന്ന അധ്യാപകർ എല്ലാവർക്കും, ഈ സ്കൂളിലെ രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവരും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വിശിഷ്ടാതിഥി MLA AC മൊയ്തീൻ അവർകൾ, ചടങ്ങിൽ സന്നിഹിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അവർകൾ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 88ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ സ്കൂൾ ലീഡർ എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. 8 പതിറ്റാണ്ടിലധികം ഈ നാടിന് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ നമ്മുടെ വിദ്യാലയം ഇന്ന് വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിലും നമ്മുടെ ഹൈസ്കൂൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.